Hi, my name is Dilara, and this is my best friend Amrita. And we decided to go to Rome, and we had a great time there. പക്ഷേ ഈ വീഡിയോ അതിനെപ്പറ്റിയല്ല. This video is about us getting scammed in Rome. So here is a story of how we got scammed in Rome. We got scammed in Rome on the very first day. So in the Sambocha we booked a place on booking.com and it was called Cozy Luxury Apartment near the Colosseum. Yeah, that was the name of the place. അപ്പോൾ തന്നെ മനസ്സിലാക്കണായിരുന്നു ഒരു കുറച്ച് ബോധമുള്ളവരാണ് മനസ്സിലാക്കണായിരുന്നു. പക്ഷെ we were like no, അതും കൊളസിയം ഓവർലുക്ക് ചെയ്യുന്ന കൊളസിയം വ്യൂ ഉള്ള ഒരു അപ്പാർട്ട്മെന്റ് £164 or something. And it was like 2-3 bedrooms ഉണ്ടെന്നൊക്കെയായിരുന്നു ക്ലെയിം ചെയ്തേക്കുന്നത്. We were like yeah, so why not? I don't know what we were thinking. But നമ്മളത് ബുക്ക് ചെയ്ത് ഇവിടെ എത്തി പിടിച്ചു വന്നിട്ടാണെങ്കിൽ വന്ന ദിവസം എന്തോ ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്യായിരുന്നു ഇൻ ഫ്രണ്ട് ഓഫ് കോളേജിൽ. അവിടെ ആണെങ്കിൽ ഫുള്ള് തിരക്ക്, ആൾക്കാർ, ബഹളം, പോലീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആൻഡ് റോഡ്സ് എല്ലാം ബ്ലോക്ക്ഡ് ആണ് ബിക്കോസ് ലൈക്ക് നമ്മൾ ഇവിടെ തൊട്ട് അവിടെ വരെ പോണെങ്കിൽ കറങ്ങി പോകണം. യു കാന്റ് ക്രോസ് ദ റോഡ്. ചുമ്മാ ഒന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ പോലും പറ്റില്ല. സോ യു ഹാവ് ടു ലൈക്ക് ഗോ ഓൾ ദ വേ അറൗണ്ട്. അങ്ങനെ നമ്മള് ഒരു 10 തവണ റൗണ്ട് അടിച്ചു. കൊളസിയത്തിന് ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ആണെങ്കിൽ ഇനിഷ്യലി കിട്ടിയ ഡയറക്ഷൻസ് ആക്ച്വലി കൊളസിയത്തിന്റെ അകത്തേക്ക് എന്നുള്ള ഡയറക്ഷൻസ് ആയിരുന്നു ഗൂഗിൾ മാപ്സിൽ ഇട്ടപ്പോ. ഞങ്ങളാണെങ്കിൽ ഇതെന്താ കൊളസിയത്തിന്റെ അകത്തേക്ക് പക്ഷെ അപ്പോഴും ഞങ്ങൾക്ക് കത്തില്ല. We were like, എന്തെങ്കിലും കൂടെ തെറ്റ് പറ്റി പോയതായിരിക്കും, ആപ്പൊക്കെ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പെസിഫിക് കോർഡിനേറ്റ്സ് ഇട്ടു. അപ്പം നമ്മൾ ഓൾറെഡി ഒരു 10 തവണ കൊളസിൽ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുക. ബിക്കോസ് ചില ഡയറക്ഷൻ അങ്ങോട്ട് പോകണം, ചില ഡയറക്ഷൻ ഇങ്ങോട്ട് പോകണം. എന്നിട്ട് അങ്ങനെ മൊത്തത്തിൽ ഇതായിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് അവസാനം നമ്മൾ കോർഡിനേറ്റ്സ് ഇട്ട് നമ്മൾ അതിന് ഫോളോ ചെയ്ത് നമ്മൾ നടത്തും. അതാണെങ്കിൽ അതും ലൈക്ക് ഐ സൈഡ് ഇങ്ങനെ കറങ്ങി ചുറ്റി വന്ന് കുറെ നേരം എടുത്തു അങ്ങോട്ട് പോകാൻ. എന്നിട്ട് സോ ഒരു അപ് ഹിൽ ഒരു സ്ഥലമുണ്ട്, വി ഹാവ് ടു ഗോ അപ്പ് ദാറ്റ് വേ ആൻഡ് വി ഫൗണ്ട് ഒരു കഫേ. ആൻഡ് നമ്മുടെ കോർഡിനേറ്റ്സ് നമ്മളെ എത്തിച്ച ഒരു സ്പോട്ടിലേക്ക് നമ്മൾ എത്തി. അടുത്തൊരു ക്യൂട്ട് ലിറ്റിൽ കഫേ ഒക്കെ ഉണ്ട്, കഫേ റോമ എന്ന് പറഞ്ഞിട്ടൊരു ക്യൂട്ട് ലിറ്റിൽ കഫേ ഒക്കെ ഉണ്ട്. ആൻഡ് അതിന്റെ തൊട്ട് സൈഡിൽ നമ്മൾ നോക്കിയപ്പം അതാണ് കോർഡിനേറ്റ്സ് കാണിക്കുന്ന ബിൽഡിംഗ്. ഓക്കെ, അപ്പം ഒരു എന്നിട്ട് എനിക്ക് മനസ്സിലായി ആ ജോഷി ഇതേ ആ ബാൽക്കണിയാ നമ്മളന്ന് ആ പിക്ചറിൽ കണ്ടായിരുന്നു. സോ അപ്പം നമ്മളാണെങ്കിൽ ബെല്ലടിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേനും അല്ലെങ്കിൽ ഡോറ് തുറക്കാൻ വേണ്ടി ചെന്നപ്പോൾ സൈഡിൽ ഒരു പോസ്റ്റർ ഒട്ടിച്ചേക്കുന്നുണ്ട്, ഒരു ചെറിയൊരു നോട്ടീസ് പോലെ ഒരു സംഭവം ഒട്ടിച്ചേക്കുന്നുണ്ട്. അപ്പൊ അമൃത അതിങ്ങനെ വായിച്ചു നോക്കിയിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാ ജോഷിയുടെ റിയാക്ഷന് വേണ്ടി. അവള് ഞെട്ടി, ഞാൻ ഞെട്ടിയിട്ട് ഇങ്ങനെ ഇനിയപ്പോ എന്താ ചെയ്യാന്ന് ഓർത്തിട്ട് ഞാൻ ഇനി ഇവളുടെ മുഖത്ത് നോക്കി. അപ്പൊ ഇവള് ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷം, കാരണം ഒരു ഞങ്ങൾ 12 മണിക്ക് റൂമിൽ എത്തിയതാണെങ്കിൽ ഒരു 3-4 മണി വരെ ഞങ്ങൾ ഇങ്ങനെ ഐ തിങ്ക് 2-3 വരെ ഞങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്, വെയില്, ചൂട്, ഹെവി ബാഗ്സ് അത് ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞാൻ ആ അപ്പാർട്ട്മെന്റിന്റെ പേര് കണ്ടു, കോസി അപ്പാർട്ട്മെന്റ് നിയർ കോളസിയം. അതിന്റെ പേര് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സമാധാനമായി. പിന്നെ അതിന്റെ താഴത്തേക്കും മുകളിലേക്കും ഒന്നും ഞാൻ വായിക്കുന്ന പോലും ഇല്ല. ഹായ് നമ്മുടെ അപ്പാർട്ട്മെന്റ് എത്തി, അതായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ താഴെ വായിച്ച ഇറ്റ്സ് ലിറ്ററലി റിട്ടൺ ദിസ് ഈസ് എ സ്കാം, പ്ലീസ് ഡോണ്ട് റിംഗ്. ഞാൻ അതുപോലെ കാണുന്നില്ല. എനിക്ക് ഇതിന്റെ പേര് കണ്ട സന്തോഷത്തില് ബാക്കി എനിക്ക് വായിക്കണം എന്ന് പോലില്ല, ബാക്കി എന്താണെന്ന് കൂടെ എനിക്ക് അറിയണ്ടേ. ഹൈ ഭാഗ്യം, സമാധാനം, ഇവിടെ എത്തി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ 2 മിനിറ്റ് എടുത്ത് ഇവളെ നോക്കുമ്പോൾ എനിക്ക് റിയാക്ഷൻ ഒന്നുമില്ല. അപ്പം കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിട്ട് ഞാനാണെങ്കിൽ ഓക്കെ ഇതൊന്നും പ്രോസസ് ചെയ്തിട്ട് ബാക്കിയും കൂടെ വായിച്ചു നോക്കിയപ്പോ ദിസ് ഈസ് എ സ്കാം. വി ബോത്ത് ലുക്ക്ഡ് അറ്റ് ഈച്ച് അദർ. എന്ത് ചെയ്യും ഇനി? ഒന്നും ചെയ്യാനില്ല, ഒരു മനുഷ്യരെ അറിയത്തില്ല. ചുമ്മാ ഇൻഡിപെൻഡന്റ് ആവാൻ നോക്കിയതാ, കിടിലനായിരുന്നു. ബട്ട് അന്നേരത്തേക്ക് ഒരു പോലീസ് ഓഫീസർ വന്ന് ഈ കേക്ക് റണ്ണിംഗ് ടു us. നിങ്ങൾ ഓക്കെ ആണോ? ഐ കൻ ടെൽ ദാറ്റ് നിങ്ങൾ ഓക്കെ അല്ല, ബട്ട് നിങ്ങൾ മാത്രമല്ല കുറെ ആൾക്കാർക്ക് ഇങ്ങനെ
അപ്പൊ പോലീസ് ഓഫീസർ ഞങ്ങളുടെ അടുത്ത് വന്നു. പുള്ളി ഞങ്ങളിങ്ങനെ ടെൻസായിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഓക്കെ ആണോ, ലൈക്ക് യു ഗൈസ് ഡോണ്ട് ലുക്ക് ഓക്കെ, പക്ഷെ ഡോണ്ട് വറി, ലൈക്ക് ദിസ് ഇസ് നോട്ട് യു ഗൈസ് ആർ നോട്ട് ദ ഫസ്റ്റ് പീപ്പിൾ ടു ഡു ദിസ്. ഇത് ഭയങ്കര കോമൺ ആയിട്ട് ഹാപ്പൻ ചെയ്യുന്നതാണ്, അതുകൊണ്ട് എവിടെ ഇങ്ങനെ പോസ്റ്റ് ഒക്കെ എഴുതി ഒട്ടിച്ച് വെച്ചേക്കുന്നത് സ്കാം ആണ്. ഒരു കാര്യം ചെയ്ത് നോക്ക്, നിങ്ങൾ booking.com ആൾക്കാരെ തന്നെ വിളിച്ച് നോക്കുക, എന്നിട്ട് അവർക്ക് ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു നോക്കാൻ പറ്റും. ആൻഡ് ബൈ ദാറ്റ് ടൈം നമ്മുടെ കിളി ഫുള്ള് പോയിരിക്കും, ഉറക്കമില്ല, ഫുഡ് കഴിച്ചിട്ടില്ല, ഒരു ഇച്ചിരി നേരം ഇൻ ദ ഫ്ലൈറ്റ് ഇച്ചിരി നേരം ഉറങ്ങി, അതല്ലാണ്ട് നമ്മൾ ഉറങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആൻഡ് ദെൻ ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കംപ്ലീറ്റ് കിളിവായി. നമ്മൾ വെള്ളം പോലും കുടിച്ചിട്ടില്ല. നീ ഇവർ ലൈക്ക് ഓക്കെ അവിടെ ചെന്ന് ബാഗൊക്കെ വെച്ചിട്ട് സമാധാനമായിട്ട് നമുക്ക് പോയി എന്തെങ്കിലും ചെയ്യാം. അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ലൈക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പൊ പിന്നെ തൊട്ടടുത്തൊരു കഫേ ഉണ്ടായിരുന്നു. സോ അതിനെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇപ്പോ പോസ്റ്റർ വെച്ചേക്കുന്നത്. അപ്പൊ വി വെന്റ് ഇൻ ദേർ, കുറച്ച് വെള്ളമെങ്കിലും കുടിച്ചിട്ട് ബാക്കി എന്തെങ്കിലും ചെയ്യാം, തീരുമാനിക്കാം. വി വെന്റ് ദേർ, വി സാറ്റ് ഡൗൺ ആൻഡ് വി ഗോട്ട് ലൈക്ക് ജ്യൂസ് വാങ്ങിച്ചു. വി ഗോട്ട് ലൈക്ക് ഓറഞ്ച് ജ്യൂസ് ആൻഡ് pomegranate ജ്യൂസ് ആൻഡ് ദെൻ വി കോൾഡ് ദം. കോൾ ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ എന്റെ ഫോണിൽ ചാർജ് ഇല്ല. ഇവിടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ നടന്നിട്ടുണ്ടായി. ലക്കിലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. സോ അത് വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു. സോ ടേക്ക് മണി ആഫ്റ്റർ നമ്മളിവിടെ വന്ന് ചെക്കിൻ ചെയ്ത് അങ്ങനെ എന്തോ സംതിങ് ആയിരുന്നു നടക്കേണ്ടിയിരുന്നത്. സോ ലക്കിലി പൈസ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. സോ കോൾഡ് മൊത്തം ലൈക്ക്, പക്ഷെ നമുക്കൊരു സ്റ്റേ ചെയ്യാനൊരു പ്ലേസിൽ ഒരു ലൊക്കേഷൻ ഇല്ല, അക്കോമഡേഷൻ ഒന്നും ഇല്ല, എന്താ ചെയ്യേണ്ടത്, എങ്ങനെ പോകേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അവര് കൊളസിയത്തിന് ഒരു 10 minutes ബൈ വാക്ക് അവേ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെ ഞങ്ങൾക്ക് പിന്നെ റെഡിയാക്കി തന്നു. ഇറ്റ് വാസ് എ ലിറ്റിൽ മോർ എക്സ്പെൻസീവ്, ബട്ട് ആ പൈസ കൊടുത്തിട്ട് ഡേ സൈഡ് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുന്ന ദിവസം അത് ഡിഫറൻസ് റീഇംബേഴ്സ് ചെയ്യും, ഫുൾ പൈസ ഇല്ല. സോ അങ്ങനെ നമ്മൾ പിന്നെ വീണ്ടും കുറെ ദൂരം നടന്ന് വി ഗോട്ട് ടു ദ പ്ലേസ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു അടുത്ത സ്കാം ആണെന്ന്, കാരണം ഇവന് ഡോർ തുറക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി കുറച്ച് ഞങ്ങളുടെ കയ്യിൽ ഫോൾട്ട് ഉണ്ട്, ബിക്കോസ് ഞങ്ങൾ ആ ഇമെയിൽ മര്യാദയ്ക്ക് വായിച്ചില്ല. എങ്ങനെ വായിക്കും? നമ്മള് മൊത്തത്തിൽ പോയി കിടക്കാണ്, ലൈക്ക് ഒന്നും ചിന്തിക്കാനുള്ള ശേഷി പോലും ഇല്ല. അപ്പം ഫ്രണ്ട് ഡോർ തുറക്കാൻ പറ്റുന്നില്ല. അവര് കോണ്ടാക്ടിന് തന്നേക്കുന്ന ഒരു നമ്പർ ഉണ്ട്, അതില് ഞങ്ങൾക്ക് പേഴ്സണലി വിളിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇന്റർനാഷണൽ കോൾ ആയിപ്പോയി. അപ്പൊ ഞങ്ങള് വഴി പോകുന്നൊരു പുള്ളിക്കാരനെ വിളിച്ചു നിർത്തി അത് വിളിക്കുമെന്ന് ചോദിച്ചു. വിളിപ്പിച്ചിട്ടാണെങ്കിൽ പറയുന്നത് ആ നമ്പർ ഇനാക്റ്റീവ് ആണെന്ന്. സോ ഇവിടെ കൊള്ളാം, തീരുമാനമായി, എല്ലാത്തിനും തീരുമാനമായി. ഇവിടെ ലൈക്ക് ഇനി ഒന്നും, ഓൾറെഡി ഒരു സ്കാമിന്റെ ഇത് കഴിഞ്ഞിട്ട് പോയി വന്നേക്കോ. ആൻഡ് ദിസ് ടൈം ദ മണി ആക്ച്വലി ലെഫ്റ്റ് ദി അക്കൗണ്ട്. സോ വി വർ ലൈക്ക് what are we gonna do? ഒന്നും ചെയ്യാനില്ല. എന്നിട്ട് പിന്നെ വീണ്ടും നമ്മളിങ്ങനെ അവരുടെ booking.com കസ്റ്റമർ സർവീസ് വിളിച്ചു. നമ്മളാണെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കും. ലൈക്ക് എങ്ങനെയെങ്കിലും we have to get this done. എന്നിട്ട് ജോഷി മാഡായി. I was so mad. So yeah, I got really mad. I was like, you have to sort this out. 5 മണിക്കൂറായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ വിളിക്കുന്ന നമ്പർ ശരിയാവുന്നില്ല, നിങ്ങളുടെ ലൈൻ ഇടയ്ക്ക് കസ്റ്റമർ സർവീസിന്റെ ലൈൻ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോവാ, and all that, and it was bad. Like we were I was especially really mad, and I was like അവര് പിന്നെ ഹോസ്റ്റിനെ വിളിച്ച് തിങ്സ് സോർട്ട് ഔട്ട് ചെയ്ത്. But I think actually I don't think so they did that. Yeah. Because I emailed him. Oh, did you? And I was like, listen, we can't get in. Like, is there anything? Can you please help us? And then he was like, I've sent you instructions. അത് ഞാൻ നോക്കീന. ബട്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാ സമാധാനത്തിലിരുന്ന് വായിച്ച് നമ്മള് അകത്ത് കയറി. ബിക്കോസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് ഹോസ്റ്റിനെ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെയെല്ലാം ചെയ്യുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷെ അതല്ല. എനിവേസ്, then we got to the place. It's a very cute place, like a cute stay ആയിരുന്നു. It was very nice. It was very nice and artistic. And we were like, okay, everything worked out for the better anyway, so it's all good. And that was the story Of how we got scammed in Rome.